എതേറിയത്തിൻ്റെ സെക്കൻഡ് ലെയറായിട്ട് വരുന്ന അദീനി നെറ്റ്വർക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ഇതിനകത്തുള്ള ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ മെയിൻ ചാനലായിട്ടുള്ള ടെക് ഫോർ ട്രെൻഡ് മലയാളത്തിൽ നമ്മൾ അദീനി നെറ്റ്വർക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ചാനൽ വഴിയാണ് ഈ ഒരു ചാനലിലോട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിലോട്ട് വരിക. ഇല്ലാന്നുണ്ടെങ്കിൽ അദീനി നെറ്റ്വർക്കിൻ്റെ പ്ലാറ്റ്ഫോം ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ലിങ്ക്, പ്ലേ സ്റ്റോറിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരു iOS യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ സ്റ്റോറിലും ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും അദീനി നെറ്റ്വർക്ക് ഞാനിവിടെ ഓട്ടോ സെർച്ചിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് ചോദിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ അലോ ചെയ്യാനായിട്ടായിരിക്കും. അതൊക്കെ അലോ ചെയ്യുക. എന്നിട്ട് സംഭവം എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. അതിനുശേഷം സൈനപ്പ് വിത്ത് ഇമെയിൽ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൈനപ്പ് വിത്ത് ഇമെയിൽ കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കുക, പിന്നെ മെയിൽ അഡ്രസ്സ് കൊടുക്കുക, പിന്നെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ജസ്റ്റ് 91 എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ഭാരത് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. പിന്നെ പാസ്വേഡ് ഒരു 8 ക്യാരക്ടർ മിനിമം വേണം, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കാര്യങ്ങളൊക്കെ വേണം. അതിനുശേഷം ഇവിടെ റഫൽ കോഡ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്ക്രീനിൽ കാണുന്ന കോഡ് നിങ്ങൾക്ക് സെപ്പറേറ്റ്ലി മാനുവലായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുടെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആ ഒരു റഫൽ കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റഫൽ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 ജെംസ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മെയിലോട്ടൊരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ അക്കൗണ്ട് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെവൽ 15 ആണ്. അപ്പോൾ അതിൽ സ്ട്രീക്ക്, അതായത് ഡെയിലി ചെക്ക് ഇൻ എന്നുള്ള രീതിയിൽ നമുക്ക് ജെയിംസ് കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ ടോട്ടൽ 60 ചെക്ക് ഇൻ റിവാർഡായിട്ട് എനിക്ക് ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. ചെക്ക് ഇൻ റിവാർഡായിട്ട് മാത്രം കേട്ടോ. പിന്നെ ഇവിടെ വാലറ്റ് ഉണ്ട്. ഇവിടെ ഇത് ഹോമിലാണ്. ഹോമിലെന്ന് പറഞ്ഞിട്ടാണ് നമുക്കിതിനകത്ത് പ്രീമിയം, P2P, ലോഞ്ച് പാഡ്, ഷോപ്പ്, ബൂസ്റ്റ്, സ്റ്റേക്ക്, ഹോഡിൽ, അതുപോലെ തന്നെ ഏൺ, ഗെയിം, ഫ്ലാപ്പി, ചെസ്സ്, ലേൺ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ വാലറ്റിൻ്റെ സെക്ഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇതുണ്ടോ ATH ടോക്കൺ കാണാൻ സാധിക്കും. പിന്നെ ജെം ഉണ്ട് ഇവരുടെ തന്നെ. ഇതാണ് നമുക്ക് മൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ P2P ഉണ്ട്. പിന്നെ ലേൺ എന്ന് പറയുന്ന ഒരു മിം കോയിൻ ഉണ്ട്. പിന്നെ USDT നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പം ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ATH ഹാൾവിങ് കൗണ്ട് ഡൗൺ ഇവിടെ കാണിക്കുന്നുണ്ട്. 156 ഡേയ്സ് ആണ്. 6 മാസം കൂടുമ്പോൾ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വാലറ്റിൻ്റെ സെക്ഷൻ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ഹോമിൽ വന്നതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വാലറ്റിൽ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ ജെമ്മ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. ഇവിടെ ജെമ്മിൻ്റെ ഭാഗത്ത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും 5 ജെമ്മ്. അപ്പോൾ അത് നമ്മൾ ക്ലെയിം ചെയ്യുക. എന്നിട്ട് ഇവിടെ നേരെ നമ്മൾ സെൻറ്ററിൽ വരിക, മൈനി സെക്ഷനിലോട്ട് വരിക. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ നമുക്ക് നോർമൽ സ്പീഡിലായിരിക്കും നമുക്ക് മൈനിങ് ഇതുണ്ടാവുക. അപ്പോൾ ഞാനിവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാക്കേജ് എടുത്തിട്ടാണ്, അതായത് ലൈഫ് ടൈം പാക്കേജ് എടുത്തിട്ടാണ് ഞാൻ ഇവിടെ മൈനിങ്ങിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ അത്യാവശ്യം ജെംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ മണിക്കൂറും നല്ല രീതിയിൽ ഇൻക്രീസ് ആവും. അതായത് ഓരോ 12 മണിക്കൂർ കൂടുമ്പോൾ നമുക്ക് ഇതിനകത്ത് ക്ലെയിമും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ക്ലെയിം ബട്ടൺ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതിലൂടെ നമുക്ക് ജെമ്മ് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, മന്ത്ലി കളക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതിൽ അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ എല്ലാ മാസവും ഒരു ടൈമായി കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് ATH ആയിട്ട് കിട്ടുന്നതായിരിക്കും, ATH ടോക്കൺ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ATH ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് P2P സെക്ഷൻ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇതിൻ്റെ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതാണ് മൈനിങ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് റഫറിലുണ്ട്. റഫറിൽ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇവിടെ യുവർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അപ്പോൾ റഫറിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പാക്കേജ് എടുത്തിട്ട് റഫർ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് USDT കാര്യങ്ങളൊക്കെ 2 ലെവലിൽ നിന്നായിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതായിരിക്കും നിങ്ങളുടെ റഫൽ കോഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ മൈനിങ്ങിൻ്റെ സെക്ഷനിൽ നിങ്ങൾ ബൂസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് നോർമൽ സ്പീഡല്ല, അതിൽ കൂടുതൽ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗെറ്റ് ആൻ എക്സ്ട്രാ 11,000% ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഫസ്റ്റ് കാണിക്കുന്നത് ഗെറ്റ് 300% എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ബ്രോൺസ് പാക്കേജും സിൽവർ പാക്കേജും എടുത്തിട്ടുണ്ട്.
അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് ഡയമണ്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഗോൾഡനോ അല്ലെങ്കിൽ ഡയറക്റ്റ് സിൽവറോ എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റില്ല. ബ്രോൺസ് എന്ന് പറയുന്ന പാക്കേജിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കയറി പോകാനായിട്ട് പറ്റത്തുള്ളൂ. ആദ്യം ബ്രോൺസ്, അത് കഴിഞ്ഞിട്ട് സിൽവർ, അങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ബ്രോൺസ് അല്ലെങ്കിൽ സിൽവർ നമ്മൾ പാക്കേജ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പം പുതിയതായിട്ട് ഒരാളെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ, സപ്പോസ് ഒരാളെ റെഫർ ചെയ്തു, ആ ആൾ ഇപ്പം നിങ്ങൾ 33ൻ്റെ പ്ലാനാണ്, അത് സിൽവർ പ്ലാനിലാണുള്ളത്. അപ്പം നിങ്ങൾ റെഫർ ചെയ്ത ആ ഒരു വ്യക്തി ഗോൾഡൻ എന്ന് പറയുന്ന 110ൻ്റെ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അതിൻ്റെ റെഫർ ലിങ്കും കിട്ടത്തില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗോൾഡൻ എന്ന് പറയുന്ന ആ ഒരു പാക്കേജിലല്ല ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് വാഷ് ഔട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രോൺസ് പാക്കേജ് എടുപ്പിക്കാം. ബ്രോൺസ് പാക്കേജ് നിങ്ങൾ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ $1 നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അത് സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പാക്കേജ് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ബ്രോൺസ്, സിൽവർ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ അതിൽ ഗോൾഡൻ ചെയ്യുന്നതും അതുപോലെ തന്നെ സിൽവർ ചെയ്യുന്നതും ബ്രോൺസ് ചെയ്യുന്നതും എല്ലാം സെയിം ആയിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഇവിടെ ഗോൾഡൻ്റെ ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ബൈ ഗോൾഡൻ പാക്കേജ് എന്ന് പറഞ്ഞിട്ട് താഴെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ മെറ്റാമാസ്ക്, ട്രസ്റ്റ് വാലറ്റ്, അതർ വാലറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ വേറെ ഒന്നും കൊടുക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, കോപ്പി ലിങ്ക് കൊടുക്കുക. കോപ്പി ലിങ്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റിലോട്ട് വരിക. ഓക്കെ, ട്രസ്റ്റ് വാലറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റാമാസ്കിലോട്ട് വരിക. മെറ്റാമാസ്കിലോട്ട് വന്നതിന് ശേഷം BP20 നെറ്റ്വർക്കിൽ വരുന്ന USDTയും അതുപോലെ തന്നെ കുറച്ച് BNB, ഒരു 50 രൂപയുടെ BNB നിങ്ങൾ വാലറ്റിൽ കരുതുക. ഇപ്പം 4ൻ്റെ പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 5 USDT ഒക്കെ മിനിമം കരുതുക. അതിനുശേഷം ഇവിടെ ഡിസ്കവറിൽ വരിക. അതിനുശേഷം നമ്മളുടെ ആ ഒരു ലിങ്ക് ഉണ്ടല്ലോ, കോപ്പി ചെയ്ത് ആ ലിങ്ക് നിങ്ങൾ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് അത് ലോഡ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇവിടെ വാലറ്റ് കണക്ട് ചെയ്യാം. കണക്ട് വാലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ട്രസ്റ്റ് വാലറ്റ് കണക്ട് ചെയ്യാം. അപ്പോൾ വാലറ്റ് കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വാലറ്റ് കണക്ട് ആയോ എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം താഴോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ ഗോൾഡൻ പാക്കേജ്, ഇപ്പോൾ ഇവിടെ ബ്രോൺസ് പാക്കേജ് എന്നായിരിക്കും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുക. എന്നിട്ട് X1 സിംഗിൾ, കോംബോ അല്ല, സിംഗിൾ കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിൽ ID കൊടുക്കുക. നോക്കുക, നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മെയിൽ ID എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. എന്നിട്ട് ബൈ പ്രീമിയം കൊടുക്കുക. അന്നേരം ഇങ്ങനെ വരും. അതിലെന്ത് ചെയ്യുക, ബൈ കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു പാക്കേജ് അവിടെ ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും. നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റിൽ നിന്നുള്ള റിക്വസ്റ്റ് അല്ലെങ്കിൽ മെറ്റാമാസ്കിൽ നിന്നുള്ള റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ വരും. അവിടെ പാക്കേജ് ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും. അതിനുശേഷം നേരെ നിങ്ങളുടെ അദി നെറ്റ്വർക്കിൻ്റെ പ്ലാറ്റ്ഫോമിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടിക്ക് കാണുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ബ്രോൺസിൻ്റെ ഇവിടെ ടിക്ക് കാണുന്ന പോലെ ഇവിടെ ടിക്ക് കാണുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബേസിക് ഹാർവസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മൈനസ് സ്പീഡൊക്കെ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ലെവലിൻ്റെ ഈ ഒരു സംഭവം നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് നോക്കാം. അതുണ്ടോ, ഇവിടെ ലെവൽസ് കണ്ടോ, നമുക്ക് കിട്ടുന്ന ജെമ്മിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലെവൽ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിനകത്ത് മൈൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള കാര്യം. പിന്നെ ഈ ഒരു ജെമ്മ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി കളക്ട് ചെയ്യുന്ന ആ ഒരു ജെമ്മുണ്ടല്ലോ, ആ ജെമ്മെല്ലാം കൂടെ കൂടിയിട്ട് നമുക്കത് ATH ആയിട്ട് കൺവേർട്ട് ആവും. അത് കിട്ടിക്കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ P2P എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അപ്പോൾ P2Pയിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഓരോ ആൾക്കാർ ATH ഇവിടെ സെല്ല് ചെയ്യാനൊക്കെ ആയിട്ട് ഇട്ടിരിക്കുന്നത് കാണാം. ഇതിപ്പോൾ ബൈയിങ് ആണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയിട്ട് തന്നെ കാണാം 0.23 ആ ഒരു റേഞ്ചിലൊക്കെയാണ്, ഏകദേശം ഒരു 30 രൂപ റേഞ്ചൊക്കെ വരും. അപ്പോൾ ഇതിൽ സെല്ലിങ് റേറ്റ് നോക്കുകയാണെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുണ്ടോ 0.21 അങ്ങനെ ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇവിടെ സെല്ല് ചെയ്യാം. സെല്ല് ചെയ്തിട്ട് നിങ്ങൾക്കത് USDT കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്കത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതിൽ ബേസ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.